ഹലോ, ഞാൻ സുനി സഞ്ജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വാഴട്ടെ. ഇപ്പം ഭയങ്കര പ്രസക്തിയല്ലേ ഇങ്ങനെ ദൈവം വാഴുക, ദൈവത്തിൻ്റെ കൃപയുള്ള മക്കള്, തലമുറ, ഇതൊക്കെ ഒരു സുബോധമുള്ള തലമുറ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും അത് പ്രാർത്ഥിക്കാട്ടോ. കൊച്ചിലെ മക്കളെ യേശുക്രിസ്തുവിൻ്റെ ക്യാരക്ടറാകുക, ജാതി മതമൊന്നും നോക്കണ്ട, യേശുവിൻ്റെ ക്യാരക്ടറാകുക. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവമാണ് യേശു വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായാൽ നമുക്ക് മക്കളുടെ നന്മ കാണാനും അനുഭവിക്കാനും പറ്റുവേ. അല്ലെങ്കിൽ ദൈവമില്ല, അങ്ങനെയില്ല, ഇങ്ങനെ ഇരുന്ന് വലിയ ഗ്ലാമറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കഞ്ചാവും അതൊക്കെ അടിച്ചാൽ ആകെ പ്രശ്നമാട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ക്രിസ്തുവിനെ പഠിക്കുക. അത് ജാതി മതവും വേണ്ട, ക്രിസ്ത്യാനിയാകണ്ട. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ ടാനിയുടെ ഒപ്പമാണ്. ഇത് നോക്കിക്കേ, ടാനി ഇട്ടേക്കണേ 3.5 പവൻ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, അടിപൊളിയല്ലേ നോക്കിയേ, സൂപ്പർ. നമ്മുടെ അടിപൊളി. ഇങ്ങനത്തെ ഒത്തിരി ആൻറ്റിക്കിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. കമ്മൽ, വള, ഇത് മൂന്നൂടെ ഒരു 6 പവൻ അത്രയൊക്കെ വരുള്ളൂ. മോതിരങ്ങൾ 6.5 പവനിലെല്ലാം കൂടെ നിൽക്കും കേട്ടോ. ടാനിയുടെ ഇട്ടേക്കണ എല്ലാം ഒരു എൻഗേജ്മെൻറ്റിനെല്ലാം ഇല്ലേ നോക്കിക്കേ. ഒരു എൻഗേജ്മെൻറ്റിന് ഇത്രയും പോരെ. അവനവൻ്റെ എൻഗേജ്മെൻറ്റിന് ഒരു ടാനിയൊക്കെ ആകുമ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ എടുത്താൽ നല്ല ഭംഗിയാണ്. ടാനി എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാട്ടോ. ടാനിയ ആക്ച്വലി BSc നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് പോകാൻ നിൽക്കുന്ന കേട്ടോ. പാഷനാണ് കൊച്ചിന് ഇത്. അപ്പോൾ വലിയ ഇഷ്ടമാണ്. ഇന്നലെ ഉറക്കളിച്ച് നിന്നിട്ടുന്ന് വന്ന് കഷ്ടപ്പെട്ട് നിൽക്കണാകുമ്പോൾ എനിക്കൊരു വിഷമം. അപ്പോൾ ഇങ്ങനത്തെ ഇത് 5 പവൻ്റെ മാലകൾ, കല്യാണത്തിൻ്റെ സെറ്റാട്ടോ. 5 പവനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കും, പണ്ടത്തെ ഇപ്പോൾ സ്വർണ്ണത്തിന് വില കൂടുതലല്ലോ എന്ന്. 5 പവനിട്ടാന്ന് അറിയില്ല നോക്കി. ഇത് നോക്കി, ഇതും 5 പവനേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചതേ ഉള്ളൂ 5 പവൻ്റെ. ഇങ്ങനത്തെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ. 5 പവൻ കൊണ്ടുള്ള കല്യാണം. ഇതിനിപ്പോൾ ഒരു 4 ഗ്രാമിൻ്റെ 6 ഗ്രാമിൻ്റെ ഒക്കെ വളകളുണ്ട്. എൻ്റെ അഭിപ്രായം വളയൊക്കെ എടുക്കുമ്പോൾ 6 ഗ്രാം 8 ഗ്രാമിൻ്റെ ഒക്കെ വള എടുക്കണം എന്നാണ്. മാല ലൈറ്റ് വെയിറ്റ് ആയാലും വള ഇച്ചിരി വെയിറ്റ് ഉള്ളതൊക്കെ എടുക്കണം എന്നാട്ടോ എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ, തങ്കമായത് കാരണം ഒത്തിരി നൈസ് വളയൊക്കെ ഇട്ട് ഇച്ചിരി ലാസ്റ്റ് ചെയ്യാൻ പാകത്തിനെടുക്കാനാട്ടോ ഞാൻ പറയുള്ളൂ. മോതിരങ്ങൾ നമ്മൾ ഇത്ര പവൻ നിങ്ങൾ പറയണതിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. എല്ലാം കൊലുസും ഇതൊക്കെ 10 പവനിൽ വളകളും ഇതൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു നിറച്ചിരിക്കണ പോലെ 10 പവനിൽ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കല്യാണ പാർട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കല്യാണ സീസൺ വരുമല്ലേ. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചാൽ ഞാൻ കല്യാണ കൊച്ചിൻ്റെയൊക്കെ ഏപ്രിലിൽ കല്യാണ പാർട്ടി എടുക്കണം, അവരുടെയൊക്കെ ഫോട്ടോ ഇടാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സ്കീമുണ്ട്. എല്ലാവരുടെ ആദ്യം കൂടിയവരുടെ സ്കീം തീർന്നു. ഇനി അവർ സ്വർണ്ണം എടുക്കുമ്പോൾ അതും വീഡിയോ പിടിച്ചിടാവേ. അപ്പോൾ അവർക്ക് 100 രൂപ ലാഭം കിട്ടിയപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില. അപ്പോൾ ഇന്ന് തന്നെ ആൾക്കാർ വന്ന് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവർക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് സംഭവം ഉണ്ടായി. അവർ സ്വർണ്ണം എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം ഇത്രയും ദിവസം കൊണ്ട് ഭയങ്കര വ്യത്യാസം വന്നു, 1 ആഴ്ച 2 ആഴ്ചയിൽ. അപ്പോൾ അത്രയ്ക്കും ചേഞ്ച് വരുവാണ് സ്വർണത്തിൻ്റെ വില. നമ്മൾ സ്കീമിൽ കൂടി അപ്പം നിങ്ങൾക്കുടെ ആ പൈസ ഇടുന്ന ദിവസം സ്വർണം സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഓൺലൈൻ നമ്മളെല്ലാം അയച്ചു തരും. ഇവിടുന്ന് വന്നെടുക്കുന്നതും എൻക്വയറി ഇതെല്ലാം സെയിം ഡിസ്കൗണ്ട് ആട്ടോ. അപ്പോൾ ഓൺലൈൻ നിങ്ങൾക്ക് ഓൺലൈനും എടുക്കാം. അതുകൂടാണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഒത്തിരി വെറൈറ്റി ഉണ്ട്. നമ്മുടെ പുതിയ കടയാണ്, പുതിയത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ചുരിദാർ സെറ്റ് പോലും ഒരു 3-4-5 വർഷം കഴിയാണ്ട് ഫാഷൻ പോകില്ല. ഈ ഓർണമെൻറ്റ്സ് ഞാൻ എടുത്തേക്കണ എല്ലാം ഒരു 10-15 വർഷത്തേക്ക് ഫാഷൻ പിടിച്ച് നിൽക്കും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വരിക. രേവതി ഗോൾഡൻ ഡയമണ്ട്സ് സിറ്റി. ടാനി എന്ന് പറഞ്ഞേ. അത് കുറേ ആൻറ്റി കളക്ഷൻസ് ഉണ്ട്. നമ്മൾ പൊതുവെ എല്ലായിടത്തും കാണുന്ന പോലെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് ചെക്ക് ചെയ്യുക, എടുക്കുക.